എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ? അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണവും കാര്യങ്ങളൊക്കെ. പുറത്തത്തെ ശബ്ദങ്ങളും കാര്യങ്ങളും കൊണ്ട് ഡിസ്റ്റർബ് ഒന്നും ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളോട് യാചിക്കാറുണ്ടാവില്ലേ? അതായത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യും. ശരിക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സമയം കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മളെക്കാട്ടിൽ കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ വേറൊരാൾക്ക് പറ്റൂല. അപ്പൊ സ്വയം ഒരു സമയം കണ്ടെത്തുക നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഇന്നുള്ള കാലത്ത് ആരും തന്നെ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാറോ അല്ലെങ്കിൽ സമയം കണ്ടെത്താറോ ഒന്നുമില്ല. നമ്മുടെ മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് അതേമാതിരി പാരൻസിന് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേയൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും ജീവിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സ്നേഹം കണ്ടെത്താനും അതേപോലെ തന്നെ നമ്മളെ പരിഗണിക്കാനും വേണ്ടിയിട്ട് അവരെ പുറകെ പോയിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് ആ കാര്യങ്ങൾ വേണം ഈ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിർബന്ധിക്കുന്നതും അറിഞ്ഞ് ചെയ്യുന്നതും കൂടെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിനൊന്നും കൂടെ മധുരം കൂടും. അല്ലാതെ പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ അതിന് അത്ര വലിയ സുഖമുള്ള ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അവനവനക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അതേപോലെ തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഏതൊരാളോടും ഇനിയിപ്പോൾ ചെറിയൊരു മക്കളോട് പോലാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം കണ്ടെത്തുക. അത് വലിയൊരു വരുമാന മാർഗമൊന്നും വേണ്ട. ചെറുതായിട്ട് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ ഏതൊരു മക്കൾക്കും വരരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തീരെയും പറ്റൂല കേട്ടോ. ഇത്രയും കാലമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90 കാലഘട്ടത്തിലൊക്കെ ഉള്ളവർക്ക് ജീവിച്ച ആ ഒരു ഇതാവൂല ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഒരിക്കലും എന്നുള്ള കാലത്ത് സ്നേഹങ്ങളും കാര്യങ്ങളും ഒന്നും അയച്ചിട്ട് പൂർണ്ണമായിട്ട് സ്നേഹം ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. സ്നേഹങ്ങളുള്ളവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലും ക്യാഷ് ആയിട്ട് വേണം. അതേപോലെ തന്നെ ഇതൊക്കെ വേണം. അപ്പോൾ ഏതൊരു മക്കളായാലും ഏതൊരു വലിയവരായാലും സ്വയം എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തുക. അതേപോലെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മളെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ പരിശ്രമിക്കുക. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും നിറവേറ്റാൻ കഴിയട്ടെ. അതേപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കാണുക. അപ്പോഴേ നമുക്ക് ചെറുതായിട്ടൊന്ന് നേടിയെടുക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.